കുറച്ച് സ്നേഹത്തിലാണ് രാവിലെ ബെഡ് കോഫി തരാം. ഐശോ കുടിക്കോ എന്ന് പറയൂ. എണീക്കട്ടോ. എണീറ്റ് ഫ്രഷായി ഒരു കോഫിയൊക്കെ കുടിച്ചും കൊണ്ട് നമുക്ക് ഈ വ്യൂ ഒന്ന് എൻജോയ് ചെയ്യാം. ഇന്ന് നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ഇന്ന് നമ്മുടെ ലേക്ക് കോമോയിലെ ലാസ്റ്റ് ഡേ ആണ്. കഴിഞ്ഞ വീഡിയോയുടെ കോമന്റ് സെക്ഷനിൽ നിന്ന് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടി, ഷെയർ ചെയ്യട്ടെ. ഇവിടെ ലേക്ക് കോമോയിൽ വെച്ചിട്ട് നമ്മുടെ ഒരു ഇന്ത്യൻ സെലിബ്രിറ്റി കപ്പിളിന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ആരുടെ അറിയോ? ദീപിക പഡ്കോണിന്റെയും രൺവീർ സിംഗിന്റെയും. മൈക്ക് എവിടെ? ചാർജ് ചെയ്തിട്ടില്ലല്ലോ. ഗുഡ് ഗേൾ. KCB ഒരു ട്രാൻസ്ഫോമർ എടുത്തല്ലേ? മെല്ലെ മെല്ലെ തിന്നു. ഇത് വരും. അധികം മുടങ്ങാതെ ഞാൻ ഡെയിലി ഒരു 2 മുട്ടെങ്കിലും വെച്ച് കഴിക്കാറുണ്ട് കേട്ടോ. അധികം രാവിലെ എണീറ്റ് ജിമ്മിൽ പോകുന്നതിന്റെ മുന്നേ അല്ലെങ്കിൽ നമ്മൾ ഓടാൻ പോവുക വർക്ക്ഔട്ട് ചെയ്യുന്നതിന്റെ മുന്നെയാണ് ഞാൻ ഒരു 2 മുട്ട വെച്ച് കഴിക്കാറ്. മുട്ട നല്ലൊരു അടിപൊളി നാച്ചുറൽ പ്രോട്ടീൻ സംഗതിയാണല്ലോ. അപ്പൊ എന്തിനാ അത് കഴിക്കാതിരിക്കുന്നില്ല? എത്ര പെട്ടെന്നാണ് ലേക്ക് കോമോയിലിന്റെ ടോപ്പിക്ക് മുട്ടയിലോട്ട് മാറിയത്. നമുക്ക് തിരിച്ച് ലേക്ക് കോമോയിലോട്ട് തന്നെ വരാം. നമ്മൾ ഇന്ന് ഇവിടുന്ന് കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കാര്യമായിട്ട് ഈ അപ്പാർട്ട്മെന്റിൽ നിന്നുള്ള വ്യൂ ഒക്കെ ഒന്ന് കണ്ടതിന് ശേഷം മെല്ലെ നമുക്ക് ഇറങ്ങാം. ഇന്ന് ഓൾമോസ്റ്റ് ഫുൾ ഡേ നമുക്കൊരു ഡ്രൈവ് വരുന്ന ദിവസമാണ് കേട്ടോ. നമ്മൾ ടെസ്കിനിയിൽ സെറ്റൂർണിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തോട്ടാണ് ഇന്ന് പോകുന്നത്. ലേക്ക് കോമോയിൽ നിന്ന് ഏകദേശം ഒരു 5-6 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. 5-6 മണിക്കൂർ ഓൺ റോഡാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇടയ്ക്ക് കുറച്ച് ബ്രേക്കും കാര്യങ്ങളൊക്കെ എടുത്ത് പോകുമ്പോൾ ഇന്ന് ഏകദേശം ഇരുട്ടാവും നമ്മളവിടെ എത്താൻ വേണ്ടിയിട്ട്. ഇറങ്ങുന്നതിന് മുന്നേ നമുക്ക് ബെഡും കാര്യമൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് വിരിക്കാം. പിന്നെ എല്ലാ കബോർഡ്സും ഒന്ന് ചെക്ക് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉള്ളിൽ വെച്ച് മറന്നിട്ടുണ്ടോയെന്ന്. നല്ലൊരു സ്റ്റേ ആയിരുന്നു കേട്ടോ. ഓണർ ഭയങ്കര റെസ്പോൺസീവ് ആയിരുന്നു. നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് റിപ്ലൈ തരുന്നുണ്ടായിരുന്നു. പിന്നെ ലൊക്കേഷൻ വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാറിയിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കാറുള്ളതുകൊണ്ട് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് ഉപയോഗിച്ച പാത്രങ്ങളും ഗ്ലാസും എല്ലാം നമുക്കൊന്ന് ഡിഷിൽ വെച്ച് ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇറങ്ങാം. കഴിഞ്ഞ 2 ദിവസമായിട്ട് വിഷ്ണു ചെറിയൊരു മറവിക്കളിയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നല്ലോ. ഒട്ടും തന്നെ വിഷ്ണുവിൻ്റെ സ്വഭാവത്തിലില്ലാത്ത കാര്യങ്ങളായിരുന്നു അതൊക്കെ. എന്താണ് അതിൻ്റെ റീസൺ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. വിഷ്ണുവിനോട് ചോദിച്ചപ്പോൾ വിഷ്ണുവിനും അറിയില്ല. പിന്നെ ഇതൊക്കെ ഇപ്പം ഇത്ര വലിയൊരു കാര്യമൊന്നും അല്ലല്ലോ. ചില ദിവസം അല്ലെങ്കിൽ ചില 1-2 ദിവസം ചില ആൾക്കാർക്ക് അത്ര ശരിയായി പോവില്ല. അതുകൊണ്ട് ഇന്ന് കുറച്ച് സ്ലോ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ വിഷ്ണുവിൻ്റെ ബ്രെയിനിന് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ വിഷ്ണു ചെയ്യാറുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അപ്പാർട്ട്മെന്റ് എല്ലാം ലോക്ക് ചെയ്ത് അവർ പറഞ്ഞ സ്ഥലത്ത് കീ എല്ലാം വെച്ച് നമ്മൾ മെല്ലെ ഇവിടെ നിന്ന് ഇറങ്ങി. തൊട്ടടുത്ത് തന്നെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു. കുറച്ചേരം ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് അധികം സമയം കളയാതെ ഇറങ്ങാട്ടോ. കാരണം ഒരു 5-6 മണിക്കൂർ ഡ്രൈവ് ഇല്ലേ. അപ്പൊ ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. വീണ്ടും കുറച്ചു നേരം പുഴയും മലയും ഒക്കെ നോക്കി അയവർത്തതിന് ശേഷം നമ്മൾ മെല്ലെ ലേക്ക് കോമോന്ന് യാത്ര പറയുകയാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ തോന്നുന്നു കേട്ടോ. ഇവിടെ നമുക്ക് കുറേ ആൾക്കാർ വേസ്റ്റൊക്കെ കത്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് ബാക്കിൽ. പിന്നെ അതെ ഇവിടെ ഒരു ഓറഞ്ചിൻ്റെ മരം കണ്ടോ ഇവിടെ കണ്ടോ. ഇവിടെ ഇല ഫുൾ പോയിക്കുന്നു, എന്നാലും ഓറഞ്ച് ഗീവ് അപ്പ് ചെയ്തിട്ടില്ല. ഇവിടെ ദേ ഒരു ചേട്ടൻ കത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ലോങ് ഡ്രൈവ് ഒക്കെ വരുന്ന ദിവസം അധികം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഓൺ ദ വേ കാണുന്ന പെട്രോൾ പമ്പിൽ നിന്നായിരിക്കും കഴിക്കുക. ആദ്യം കണ്ട പെട്രോൾ പമ്പിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടി നിർത്തി. ഞാൻ രാവിലെ 2 മുട്ട കഴിച്ചു എന്നല്ലാതെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഒരു ഹോട്ട് ചോക്ലേറ്റോ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയിരിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെ ബനാന ബ്രെഡും ഇങ്ങനത്തെ കുറച്ച് ഐറ്റം കഴിക്കുകൊണ്ട് എനിക്ക് തീരെ ഇന്ന് കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനൊരു ഹോട്ട് ചോക്ലേറ്റിൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അവസാനിപ്പിച്ചു. സാധാരണ ഞാൻ ഇവിടെ വിഷ്ണു പ്ലേ ചെയ്യുന്ന പ്ലേലിസ്റ്റിൽ ഇടപെടാത്ത ഒരാളാണ്. വിഷ്ണുവാണ് മുഴുവൻ പ്ലേ ചെയ്യാറ്. പക്ഷെ ഇന്ന് ഞാൻ നമ്മുടെ MG ശ്രീകുമാറിന്റെ സോങ് മാത്രമാണ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനത്തെ കിടിലം പാട്ടായി കേട്ടിട്ട് ഇപ്പോഴും കിടിലം പാട്ടുണ്ട്, ഇല്ല എന്നല്ല കേട്ടോ. പക്ഷെ എന്നാലും പുള്ളിയുടെ ശബ്ദവും പുള്ളി പാടിയ പാട്ടും ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഇൻസ്റ്റന്റ് മൂഡൊക്കെ മാറ്റാൻ പറ്റുന്നതാണ് പുള്ളിയുടെ പല പാട്ടുകളും. അപ്പോൾ അങ്ങനത്തെ പാട്ടുകളൊക്കെ കേട്ടിട്ടാണ് നമ്മൾ വണ്ടി ഓടിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇഷ്ടം പോലെ നമ്മൾ പോകുന്ന വഴിക്ക് പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഓരോരോ 8 കിലോമീറ്ററും കാണുന്നുണ്ടല്ലേ. പക്ഷെ നമ്മൾ വലിയൊരു സംഗതി കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ഗ്രില്ലും അതും ഇതൊക്കെ വരുന്നത്. അവിടെ നിർത്തണമെന്ന് വെച്ചപ്പോൾ എൻ്റെ ഹംഗാത്രയും പറഞ്ഞു വേണ്ട, അതിപ്പോൾ ഒരു കുറ്റം വന്നു മതിയായിരുന്നു. അത്ര വലിയൊരു ഓപ്ഷൻ കിട്ടുമെന്നുള്ളത് അറിയില്ല. അപ്പൊ എന്തായാലും നമ്മൾ ട്രാവലിംഗ് തുറന്നുകൊണ്ടിരിക്കണോ. ഇൻഡിക്കേറ്റർ ഇടണോ. ഇവിടെ ഫുള്ളേ ഈ ഒരു ലൈനില് ഫുൾ വലിയ വലിയ ട്രക്കും ലോറിയൊക്കെയാണ്.
നിങ്ങൾക്ക് നോക്കി അറിയാം, രണ്ട് സൈഡിലും ഇഷ്ടം പോലെ വലിയ വലിയ ട്രക്ക് ഉണ്ട് കേട്ടോ. എനിക്ക് വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന സമയം തൊട്ട് എനിക്ക് പേടിയുള്ള ഒരു കാര്യമായിരുന്നു, ഞാൻ ഇങ്ങനെ ഹൈവേയിലൊക്കെ കയറുമ്പോൾ ഈ ഒരു ട്രക്കിൻ്റെ സൈഡിൽ ഞാൻ ലാൻഡ് ചെയ്യുന്നത്. ഏകദേശം ഒരു 3 മണിക്കൂർ വണ്ടി ഓടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും അടുത്ത കണ്ടൊരു പെട്രോൾ പമ്പിൽ നിർത്തി. ഇവിടെ നമ്മൾ ലഞ്ച് കഴിച്ചു കേട്ടോ. വിഷ്ണു ഒരു സ്റ്റേക്കാണ് വാങ്ങിയത്, ഞാനൊരു ബ്രെഡും പിന്നെ കുറച്ച് ഗ്രിൽഡ് വെജിറ്റബിൾസും ആണ് ഞാൻ കഴിച്ചത്. എങ്ങനെയുണ്ട് വിഷ്ണു ഇത്ര നീണ്ട ഡ്രൈവ് ഇറ്റലി കൂടെ? ഡ്രൈവ് കുഴപ്പമില്ല, ഭയങ്കര ട്രാഫിക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഓടിക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ വലിയൊരു കാഴ്ചകളൊന്നും. ഈ ഒരു യാത്രയിൽ തന്നെ ഏറ്റവും കൂടുതൽ എന്റർടൈൻഡ് ആക്കി വെച്ച സംഗതി എന്താണ്? ഏത് യാത്ര? ഈ ഒരു നീണ്ട യാത്രയിൽ ക്ലൂ തരാം. സൈഡിക്ക് നോക്കൂ, എന്നെ സൈഡിക്ക് നോക്കൂ. ട്രക്ക്. ലോറി വലിയൊരു സീൻ ഉണ്ടായിരുന്നില്ലല്ലോ, കുഴപ്പമുണ്ടായിരുന്നില്ല. നിന്റെ പാട്ടായിരുന്നില്ല ഹൈലൈറ്റ്? MG ശ്രീകുമാർ സോങ്സ്. ഒരു 2 മണിക്കൂർ നമ്മള് വൈബ് ചെയ്തു അല്ലേ? എന്നാ എനിക്ക് ഇഷ്ടപ്പെട്ട MG ശ്രീകുമാറിന്റെ പാട്ട് ഏതാ? ഏത്? ഓഹോ എന്നായിരുന്നോ? അത് MG ശ്രീകുമാർ പാടിയത്. വെൽമുരുകാരോ, ഓ അതാണോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്? ഞാൻ ഇതോട്ട് വീട്ടിലെപ്പോഴും അത് വെക്കാം. നമ്മള് വീണ്ടും ഒരു ചെറിയ ബ്രേക്കിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ്. കണ്ടിന്യൂസ് ഡ്രൈവ് അല്ലേ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർത്തി പോയാലേ ശരിയാവുള്ളൂ. വിഷ്ണു കയ്യും കാലൊക്കെ ഒന്ന് വർത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇറങ്ങി നിർത്താൻ പോലും തോന്നുന്നില്ല. കുറച്ച് കാലമായിട്ട് എനിക്ക് പോകാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ് സെറ്റോർണിയയിൽ നമ്മൾ നാളെ പോകാൻ പോകുന്ന ഒരു ഹോട്ട് സ്പ്രിങ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ അടുത്തുള്ള സ്റ്റേ വേണമെന്ന് കുറച്ചൊരു നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം നേരത്തെ എനിക്ക് അവിടെ എത്തണം, കാരണം കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ നല്ല തിരക്കാവുന്നൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോട്ട് സ്പ്രിങ്ങിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്റ്റേ ആണ് നമ്മളെടുത്തത്. നമ്മുടെ ഈ ഒരു ഫുൾ യാത്രയിൽ അവസാനത്തെ 2 മണിക്കൂർ യാത്ര കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം ഹൈവേ എന്നൊക്കെ മാറി ഈ ഒരു പോയിന്റിലോട്ട് പോകുമ്പോഴേക്ക് കുറേ ചുരമൊക്കെ കയറി, പിന്നെ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളും ആൾക്കാരും ഒന്നും അധികം ഇല്ലാത്ത, വണ്ടികളും ഒന്നും ഇല്ലാത്ത ഒരു ഏരിയയിൽ കൂടെ ആയിരുന്നു നമ്മൾ ഓടിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. തുടക്കത്തിലൊക്കെ കുറച്ച് രസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ തന്നെ ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ വിഷ്ണുവിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ചെറുതായിട്ട് ഒരു പേടിയൊക്കെ വന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വണ്ടി ചെറിയൊരു കുട്ടി പണി തന്നിട്ടുണ്ടായിരുന്നു. അതായത് എപ്പോഴും ബ്രൈറ്റായിട്ട് അങ്ങോട്ട് ലൈറ്റ് വർക്ക് ആവുന്നില്ല. അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് നമുക്ക് ഈ ഒരു അവസാനത്തെ 2 മണിക്കൂർ യാത്രയിലുണ്ടായിരുന്നു. പിന്നെ വന്ന് അത്യാവശ്യം നല്ല ഉള്ളിക്കുള്ള സ്റ്റേ ആവുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. നമ്മൾ booking.com വഴിയാണ് ബുക്ക് ചെയ്തത് ഈ ഒരു സ്റ്റേ. പക്ഷെ അതിൽ കൊടുത്തിരുന്ന അഡ്രസ്സിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മളെ വേറെ തന്നെ ഒരു സ്ഥലത്തോട്ടാണ് എത്തിച്ചത്. പിന്നെ ഞാൻ ഗൂഗിളിൽ ആ സ്ഥലം കണ്ടുപിടിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്റ്റേയിൽ എത്തിയത്. എൻ്റെ പൊന്നോ, ഇത്രയും ഒരു കഷ്ടപ്പെട്ടൊരു ഡ്രൈവ് ഉണ്ടായിട്ടില്ല. ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല, ഒരാൾ ചോദിക്കാനില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ ആകെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വരുന്ന വഴിക്ക് കുറുക്കനൊക്കെ റോഡിൽ. പിന്നെ അത് മാത്രമല്ല, ആരോടെ എങ്ങോട്ട് ചോദിക്കും? കയറി എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ചുരം, പ്രോപ്പറായിട്ട് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, ആരും ചോദിക്കാൻ എനിക്കറിയില്ല. ഭയങ്കര ടഫായി പോയി. ഞാൻ ഭയങ്കര പേടിച്ചു. നമുക്ക് booking.com ഒരു അഡ്രസ്സ് കാണിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, ഗൂഗിളിൽ ഞാൻ അടിച്ചപ്പോൾ വേറെ അഡ്രസ്സ് കാണിച്ചു. അവർ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഇറ്റാലിയൻ മാത്രമേ സംസാരിക്കുള്ളൂ. ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാനതിൽ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യും. അത് ഞാൻ ഇറ്റാലിയനിൽ അവരുടെ അടുത്ത് പറയുന്നുണ്ട്. അവർ തിരിച്ച് എന്തൊക്കെയോ ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു പോയി, ഭയങ്കര പേടിച്ചു പോയി സത്യം പറഞ്ഞാൽ. എന്നിട്ട് നമ്മൾ ഇവിടെ എങ്ങനെയോ കഷ്ടപ്പെട്ട് കാറ് പോകുന്ന പോലും നമുക്ക് മനസ്സിലാവാത്തൊരു വഴി കൂടെ നമ്മളിവിടെ എത്തി. നമ്മളിവിടെ പാർക്കിങ്ങിൽ നിൽക്കുകയായിരുന്നു കേട്ടോ. ആ സമയത്ത് എങ്ങനെയാണ് ഇതിലോട്ട് കയറേണ്ടതെന്നൊരു ഡിസ്ക്രിപ്ഷൻ പോലും അവർ നമുക്ക് തന്നിട്ടില്ല. നമ്മളവിടെ എത്തും, എങ്ങനെ ചെക്ക് ഇൻ ചെയ്യേണ്ട പോകുമ്പോൾ ഇവിടെ എത്തി കഴിഞ്ഞിട്ട് പറഞ്ഞുതരാമെന്നാണ് അവർ നമ്മുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞ് ഞാൻ ഓർത്ത് സ്ട്രെസ്ഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഈ ഒരു സ്ഥലത്ത് ആരും ഇല്ല കേട്ടോ. കുറച്ച് റൂംസ് ഉണ്ട് ഇവിടെ, ഒരു 7 റൂമുണ്ട്. ആ ഒരു റൂമിൽ റൂം നമ്പർ, ഈ ഒരു റൂം നമുക്ക് വേണ്ടി ഒരു തുറന്ന് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഈ റൂമിലാണ് കയറേണ്ടതെന്ന് പോലും അവർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാനൊന്ന് സ്വപ്നം കണ്ടായിരുന്നു, സ്വപ്നമല്ല, ഞാനൊന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കാർ പാർക്കിങ്ങിൽ കിടന്ന് ഉറങ്ങേണ്ടി വരും, വേറൊരു ഓപ്ഷൻ നമുക്ക് ഉണ്ടായിരിക്കില്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ ആ കാർ പാർക്കിങ്ങിൽ ഇരുന്നിട്ട് ആകെ ഇങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരവസ്ഥയിൽ, നമ്മൾ പറയില്ല ദൈവം പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. വേറൊരു കാറിൽ ഒരു ഫാമിലി വന്നു. കുറച്ച് വയസ്സായിട്ടുള്ള ഒരു ഹസ്ബൻഡും വൈഫും ആയിരുന്നു. ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു അവർ.
അവർ നമ്മളെ കൊണ്ടുവന്ന് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഓണർ പുള്ളിയുടെ ഫ്രണ്ടാണ്. അപ്പോൾ നമ്മളെ കൊണ്ടുവന്ന് റൂമിൻ്റെ അകത്ത് ആക്കി നമ്മളെ ഭയങ്കര കംഫർട്ടബിൾ ആക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ച് അവർ പോയി. അപ്പോൾ ദൈവം വേറൊരു രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പക്ഷെ എൻ്റെ അമ്മേ, ഇവിടുത്തെ പുറം എങ്ങനെയാണെന്നും കൂടെ ഞാനൊന്ന് കാണിക്കാം. ഇതാണ് ഇവിടുത്തെ. വഴി തെറ്റില്ല, ഒരിക്കൽ വന്ന വഴി ഞാൻ മറക്കില്ല. ആ, ഇതാണ് നമ്മുടെ ഇവിടെ പുറത്ത് കാണുന്ന സ്ഥലം. ഒരു മനുഷ്യനില്ല കേട്ടോ. ഇവിടെ 1-2 സ്ഥലത്ത് ആൾക്കാർ സ്റ്റേ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു എൻട്രൻസോ ഒന്നുമില്ല. നമ്മൾ രാത്രിത്തെ ഡിന്നറാണത്. ഇപ്പം സമയം 11 മണിയായിട്ടുണ്ട്. കിടക്കട്ടെ. നമ്മൾ ഇത്രയും പണിയെടുത്ത് വന്നത് ഒരു കിഡ്ലൻ ഹോട്ട് സ്പ്രിങ് കാണാൻ വേണ്ടിയിട്ടാണ്. സെറ്റൂർണിയ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ കിടന്നുറങ്ങി. നാളെ നേരത്തെ അവിടെ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര അടുത്ത് സ്റ്റേ എടുത്തത്. അല്ലെങ്കിൽ നമുക്ക് ഫ്ലോറൻസിലായിട്ട് എടുത്ത് ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ഇന്ന് രാത്രി നമ്മുടെ ഉറക്കം അനുസരിച്ചിരിക്കും നാളെ നമുക്ക് എത്ര ഹോട്ട് സ്പ്രിങ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ഗുഡ് നൈറ്റ്, നാളെ കാണാം. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? നമ്മളിവിടെ കുഴപ്പമില്ല, ഏകദേശം അടിപൊളിയായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നലെ രാത്രി ഇവിടെ എത്തിയിട്ടുള്ള ഒരു കഥ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ് ഇന്നലെ രാത്രി ഉറക്കം നല്ല ടഫായിരുന്നു. നമുക്ക് എങ്ങനെയാണ് ഈ റൂമിൽ AC ഓൺ ചെയ്യേണ്ടത് മനസ്സിലായില്ല. ഹീറ്റർ ഓണായിരുന്നു, ഓഫാക്കാൻ കണ്ടുപിടിച്ച് വന്നപ്പോഴേക്ക് രാവിലെ 4 മണിയായി. ഉറങ്ങി എണീറ്റിട്ടൊക്കെയാണ് പിന്നെ ഞാൻ കണ്ടുപിടിച്ചത്. വിഷ്ണു എങ്ങനെയൊക്കെ ഉറങ്ങുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് തീരെ ചൂട് പറ്റാത്തതുകൊണ്ട് ഭയങ്കര ടഫായിരുന്നു ഉറക്കം. ഒരു 2 മണിക്കൂറൊക്കെ ഉറങ്ങിയെന്ന് പറയാം. പക്ഷെ ഇറ്റ്സ് ഓക്കെ. നമ്മൾ ഇത്രയും കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്ത് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തത് ഏറ്റവും അടിപൊളിയായിട്ടുള്ള യൂറോപ്പിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹോട്ട് സ്പ്രിങ് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ സ്ഥലത്തിന്റെ പേര് എനിക്ക് ഒരിക്കലും കിട്ടില്ല. സെറ്റൂറിയ അല്ലെ? സെറ്റേർണിയ ആണ് ഉള്ളത്. ഇപ്പൊ സമയം 7:30. നമ്മൾ ഇത്ര അടുത്ത് ഹോട്ട് സ്പ്രിംഗിൽ നിന്ന് 1 മിനിറ്റ് നടക്കാനുള്ള ദൂരത്തിലാണ് നമ്മൾ സ്റ്റേ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നലത്തെ രാത്രിത്തെ യാത്ര ചുരം കയറി ആരും ഇല്ലാത്തൊരു പ്രദേശത്തെത്തി. സ്ട്രീറ്റ് ലൈറ്റ് പോലും ഉണ്ടായിരുന്നില്ല, അങ്ങനത്തെ ഒരു യാത്രയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളിവിടെ എത്തി. 7 മണിക്ക് എണീറ്റു. 7:30 നമ്മൾ റെഡിയായി. പുറത്ത് നല്ല തണുപ്പാണ്. 3 ഡിഗ്രി 4 ഡിഗ്രി ആണുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ സ്വിം ഡ്രസ്സിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ മുകളിൽ കൂടെ എനിക്ക് ടീഷർട്ടും ഒരു എന്താ പറയുക ട്രാക്ക് പാൻസൊക്കെ ഇടണം. എന്നിട്ടാണ് നമ്മൾ നമ്മുടെ ഹോട്ട് സ്പ്രിങ്ങിൻ്റെ അങ്ങോട്ട് നടക്കുന്നത്. ഹോട്ട് സ്പ്രിങ്ങിൻ്റെ ടെമ്പറേച്ചർ അത്ര ഞാൻ നോക്കിയത് ഞാൻ മറന്നുപോയി, ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അതൊരു നാച്ചുറൽ ഹോട്ട് സ്പ്രിങ് ആണ്. അത്യാവശ്യം നല്ല ചൂടായിട്ടുള്ള വെള്ളമായിരിക്കും അതിലുണ്ടായിരിക്കുക. അതുകൊണ്ട് നമുക്ക് അടിപൊളി ഫീലിംഗ് ആയിരിക്കും എന്നാണ് കേട്ടിട്ടില്ല. ഞാൻ ഇതുവരെ ഹോട്ട് സ്പ്രിങ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. തലയ്ക്ക് മുകളിൽ, അതായത് നമ്മൾ തല വെള്ളത്തിൻ്റെ മുകളിൽ വെക്കുമ്പോൾ അവിടെ ഒരു 3-4 ഡിഗ്രിയും വെള്ളത്തിൽ ഏകദേശം ഒരു 37-38 ഡിഗ്രി ആയിരിക്കും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മൾ ഇന്നലെ വന്ന് കയറിയപ്പോൾ ഫുൾ ഇരുട്ടായിരുന്ന സ്ഥലം കേട്ടോ. രാവിലെ എണീറ്റ് കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ തോന്നുന്നില്ലേ? എപ്പോഴും അങ്ങനെയായിരിക്കും. രാത്രി കുറച്ച് പേടിച്ച് വന്ന് കയറിയ സ്ഥലം രാവിലെ കാണുമ്പോൾ കുറച്ച് ഭംഗിയൊക്കെ തോന്നും. ഇനി ചുരം ഇറങ്ങുമ്പോൾ അതിലും ഭംഗിയൊക്കെ നമുക്ക് തോന്നുന്നുണ്ടായിരിക്കും. തൽക്കാലം ഇതാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഏരിയ. ഇവിടെ ആരെങ്കിലും വന്നോന്ന് ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. എന്നിട്ട് ഇവിടെ ഒന്ന് ഹോട്ട് സ്പ്രിംഗ് ഒന്ന് അന്വേഷിക്കട്ടെ. ഒരു ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. അവിടെ ആയിരിക്കും. ചോദിക്കാൻ വേണ്ടി ഇവിടെ ഒരു മനുഷ്യനില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ മാപ്പിൽ നോക്കി കഴിഞ്ഞപ്പോൾ 3 മിനിറ്റ് ട്രാവൽ ചെയ്താൽ നമ്മൾ അവിടെ എത്തുന്ന പറഞ്ഞ. ഫോൺ എടുക്കണില്ലേ? എടുത്തോളൂ, ഫോൺ എടുത്തോളൂ. മറ്റേ പവർ ബാങ്ക് ഉണ്ട് കാറിൽ. അപ്പോൾ 3 മിനിറ്റ് നമ്മൾ ട്രാവൽ ചെയ്താൽ അവിടെ എത്തുന്ന പറയുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം. ഞാൻ ഷൂവിന് പകരം ഈ ഒരു ചെരുപ്പ് തന്നെയാട്ടോ ഇടുന്നത്. കാരണം ഷൂ ഒക്കെ ഇനി ഇട്ടാൽ വെള്ളം നനഞ്ഞ് വൃത്തികേടാവും. കാറിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. ഞാൻ നല്ല അത്ര സ്വപ്നം കണ്ട എന്താ അറിയോ? നല്ല ചോറും പുളിയും ഉള്ളിയും മുളകും എല്ലാം കൂടെ ഉടച്ചതും കുറച്ച് മറ്റേ ചെറുപയറിൻ്റെ ഒരു തോരൻ സൈഡിലും എല്ലാം കൂടെ കൂട്ടി കുഴച്ചാണ് കഴിക്കണത്. വായിലെള്ളം വരുന്നു. ഇന്നലെ രാത്രി നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വന്ന വഴികളാണിത്. നമുക്ക് രാത്രി ഇരുട്ടത്ത് കണ്ടപ്പോഴേ വണ്ടി പോകുമോ എന്നൊക്കെ ഒരു സംശയമൊക്കെ തോന്നിയായിരുന്നു. ആക്ച്വലി ഇന്നലെ രാത്രി കുറച്ച് നമ്മൾ പാനിക് ആയതാണോ? അങ്ങനെയല്ല, സിറ്റുവേഷൻ കുറച്ച് ഇതായിരുന്നു മൊത്തത്തില്. കുറെ നേരമായില്ല നമ്മളിവിടെ കിടന്ന് തിരിഞ്ഞടിക്കാൻ തുടങ്ങിയിട്ട്. കുറച്ചും കൂടെ നമുക്കൊന്ന്
ഔചിത്യബോധത്തിൽ ചിന്തിക്കാമായിരുന്നു എന്ന് എനിക്ക് പിന്നീട് ആലോചിച്ചപ്പോൾ തോന്നി. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരുമ്പോഴാണ് ഞാനും വിഷ്ണുവും ഭയങ്കര ഒരു മിസ്മാച്ചായിട്ട് എനിക്ക് തോന്നാറ്. ഞാനിവിടെ എത്തിയപ്പോൾ ഇങ്ങനെ ചാടി തുള്ളി കളിച്ച് വാവ് എനിക്ക് കാണണം അങ്ങനത്തെ ഒക്കെ ഒരു പോയിന്റിലാണ്. വിഷ്ണു ഇതിൻ്റെ സാങ്കേതികമായ അവസ്ഥയൊക്കെ നോക്കി റോട്ടിൽ എത്ര ആൾക്കാരുണ്ട്, 7 മണിയായോ 7:05 എന്നൊക്കെ ജീവിതത്തിൽ താൻ കാറൊക്കെ ഇട്ട് പാർക്ക് ചെയ്യും. ഞാൻ ആ ഹോട്ട് സ്പ്രിങ്ങിലുണ്ടായിരിക്കും, കൊതിയായിരിക്കണം എനിക്ക്. പുക വരുന്നത് കണ്ടോ, അവിടെയാണ് നമ്മുടെ ഹോട്ട് സ്പ്രിങ് ഉള്ളത്. എക്സൈറ്റഡ് ആണോ? ഭയങ്കരമായിട്ട്. ഓടോ ചാടോ എന്റെ മോനെ. വാവ്, ഞാൻ എക്സ്പെക്ട് ചെയ്ത അത്രയും ഒരു തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മളിവിടെ അത്യാവശ്യം നല്ല നേരത്തെയാണ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 10 ആൾക്കാരിൽ താഴെയാണ് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഹോട്ട് സ്പ്രിങ്ങിൽ ഇറങ്ങുമ്പോൾ അധികം നമ്മൾ ഗോൾഡും കാര്യങ്ങളൊക്കെ ഊരി വെക്കണം കേട്ടോ. കാരണം ഗോൾഡിലുള്ള സിൽവറും കോപ്പറും ഒക്കെ സൾഫറിനായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമ്മുടെ ജ്വല്ലറീസ് കുറച്ച് മോശമാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതെല്ലാം ഞാൻ എൻ്റെ പോക്കറ്റിലിട്ട് സിബ് ചെയ്തിട്ട് സേഫായി വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു നാച്ചുറൽ ഹോട്ട് സ്പ്രിങ്ങിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ വേറെ ഹോട്ട് സ്പ്രിങ്ങിനേക്കാൾ ഇത് നല്ലതാണോ മോശമാണോ അങ്ങനെയൊന്നും വിലയിരുത്താൻ എനിക്കറിയില്ല. പക്ഷേ ഇവിടെ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ത്രൂ ഔട്ട് ദ ഇയർ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 37.5 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെ ഇങ്ങോട്ട് ഒരു പ്രത്യേക എൻട്രി ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. പബ്ലിക്കിന് ഇവിടെ ഫ്രീ ആയിട്ടുള്ള ആക്സസ് ഉണ്ട് വർഷത്തിൽ ഏത് തവണയും. ഇവിടെ ആൾക്കാർ ഇങ്ങനെ ഹോട്ട് സ്പ്രിങ്ങിൽ വന്നിരിക്കുക എന്നുള്ളതൊക്കെ അവരുടെ വലിയൊരു റിലാക്സിങ് മൊമെൻ്റ് ആയിട്ടാണ് കേട്ടോ കണക്കാക്കുന്നത്. രസമുണ്ടായിരുന്നു ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. എന്താ വിഷ്ണു, കുറച്ച് ആൾക്കാർ ഒന്ന് അലമ്പുണ്ടാക്കുന്നുണ്ടല്ലോ അവിടെ. എങ്ങനെയുണ്ടായിരുന്നു ഹോട്ട് സ്പ്രിങ്? വിചാരിച്ച തിരക്കൊന്നുമില്ല. ഇന്ന് രാവിലെ വന്നാലും മതിയായിരുന്നു. മസ്റ്റ് വിസിറ്റ് ആണോ? മസ്റ്റ് വിസിറ്റ്. ഹോട്ട് സ്പ്രിങ്ങിന് താല്പര്യമുള്ളവർക്ക് വരാം എനിക്ക് തോന്നുന്നു. പക്ഷെ ഹോട്ട് സ്പ്രിങ് ഒരു ഫീൽ എന്താന്ന് വെച്ചാൽ എനിക്ക് മാരക ഫീൽ ചെയ്തില്ല. ബേസിക്കലി എന്താ പറയുക, ഒന്നാമത് ഭയങ്കര ചൂടില്ല വെള്ളത്തിന്, പിന്നെ ഭയങ്കര വൃത്തിയുണ്ടോന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ എനിക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ആ ആഗ്രഹം തീർന്നു. ഇനി റൂമിൽ പോയിട്ട് ഒന്ന് പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകട്ടോ. നല്ലോണം വിശക്കുണ്ട്. വിശപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശപ്പിൻ്റെ 3 ഒക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ലതാണെന്നാണ് ഞാൻ റിവ്യൂലൊക്കെ വായിച്ചത്. പോയി നോക്കാം. ഇന്ന് പൊതുവെ അത്ര തണുപ്പില്ല അല്ലേ? കുറച്ചൊരു രാവിലെ ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് വെതർ ഇങ്ങനെ ബെറ്ററായി വരുന്നുണ്ട്. ആരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ടൊന്ന് റെഡിയായി ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും. നല്ല ട്രഡീഷണൽ ടെസ്കൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവിടെ തരുന്നതെന്നായിരുന്നു ഇവിടെ റിവ്യൂസിലും കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചേ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ലതാണ്, പക്ഷെ ഒരേ ഐറ്റം കഴിച്ച് മടുത്തത് കാരണം എന്തെങ്കിലും കുത്തിക്കയറ്റി വിശപ്പ് മാറ്റാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സത്യമായിട്ടൊരു മസാല ദോശയും ഒരു ഇഡ്ഡലിയും ആ ചുവന്ന ചട്നിയൊക്കെ കൂട്ടി ഇങ്ങനെ ആക്രാന്തം പിടിച്ച് പ്രാന്തായി പോകാന്ന് അറിയില്ലേ അവസ്ഥയായിട്ട്. എനിക്ക് ഇതിന് മുന്നേ ഇങ്ങനെ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ഫ്രാൻസിലും സ്പെയിനിലും പോർച്ചുഗലിലൊക്കെ പോയ സമയത്ത് മീൻ കിട്ടുമായിരുന്നു അവിടെ നല്ലോണം. മീൻ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ ഫുഡ് ഞാൻ അത്ര മിസ് ചെയ്യില്ല കേട്ടോ. വേറെ മീനുണ്ടല്ലോ, ഇവിടെ എനിക്ക് മീൻ കിട്ടുന്നില്ല. അതെന്താ മീൻ കിട്ടാത്തത്? മീൻ കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സമാധാനം ഉണ്ടായിരുന്നു. മീൻ കിട്ടുന്നില്ല. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിറങ്ങി. നമുക്ക് 10 മണിക്കാണ് ചെക്കൗട്ട് കേട്ടോ. ഇന്നലെ രാത്രി ഉറക്കം അത്ര ശരിയാവാത്തതുകൊണ്ട് അത്യാവശ്യം ഉറക്കം വരുന്ന ഒരു ഫീലുണ്ട്. ഞാൻ ഇന്നലെ ദൈവമായി പ്രത്യക്ഷപ്പെട്ട മസ്രാട്ടിയിൽ വന്ന എൻ്റെ പുള്ളീനെ ഞാൻ അവിടുന്ന് കണ്ടു. എനിക്ക് പുള്ളിയുടെ പോകാൻ നേരത്തെ ഒരു ബായ് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ വിഷ്ണു സമ്മതിച്ചില്ല. അവരവരെ പ്രൈവറ്റ് സ്പേസിലാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഉണ്ടോ സമ്മതിച്ചില്ല. പോകാൻ നേരത്തെ ഒന്ന് കണ്ട് ഒരു നന്ദി ഒന്നും കൂടെ ഒന്ന് അറിയിക്കണമെന്നുണ്ട്. കാരണം ഇന്നലെ ഞാൻ കുറച്ച് പേടിച്ചായിരുന്നേ. എന്താ 100 സാധനം പാക്ക് ചെയ്യാൻ രാവിലെ ഒന്ന് ഹോട്ട് സ്പ്രിങ് പോയതാ അല്ലേ? നമ്മൾ രണ്ടുപേരും അധികം വെക്കേഷന് പോകാമെന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടുപേരുടെയും അജണ്ടയിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണുക, മാക്സിമം ആ ഒരു പ്ലേസ് എക്സ്പ്ലോർ ചെയ്യുക, മാക്സിമം അവിടുത്തെ ഫുഡ് കഴിക്കുക, അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. നമ്മുടെ രണ്ടുപേരുടെയും ബിസി ലൈഫിൽ നിന്ന് നമ്മൾ മാറി നമുക്ക് കുറച്ച് റിലാക്സ് ചെയ്ത് കുറച്ച് സ്ഥലങ്ങളൊപ്പം കണ്ടു പോകാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ വെക്കേഷനും കാര്യങ്ങളും പ്ലാൻ ചെയ്യാറ്. ടൊറോണ്ടോയിൽ നിന്ന് എഴുതി വെച്ച ബോർഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവരുടെ booking.comൽ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ ലേക്കിൻ്റെ അവിടെ വരുന്ന പോലത്തെ അങ്ങോട്ട് എത്തും എന്നാണ് ഇവർ പറയുന്നത്.
അങ്ങോട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്നത്ര തണുപ്പില്ലാത്തൊരു ദിവസമാണ്. അതുകൊണ്ട് ഒരു ജാക്കറ്റിൻ്റെ ആവശ്യമില്ല. ഇങ്ങോട്ട് ജാക്കറ്റിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ ദൂരത്ത് ചെറുതായിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ കളർ കാണുന്നുണ്ടോ? ഞാനും അമ്മയും അച്ഛനും വിഷ്ണുവും കൂടെയാണ് ആദ്യമായിട്ട് ഞാൻ സ്വിറ്റ്സർലാൻഡ് വന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഈ വെള്ളം കണ്ടപ്പോൾ അമ്മ പറഞ്ഞായിരുന്നു കുമ്മായം കലക്കിയ പോലത്തെ കളറാണ്. അന്ന് തൊട്ട് എൻ്റെ ആഗ്രഹമായിരുന്നു ഇതിൻ്റെ വക്കത്തൊന്ന് കുറച്ച് നേരം പോയിരിക്കണം എന്ന്. പക്ഷേ സ്വിസ്സിൽ കുറച്ചും കൂടെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സമാധാനപരമായി അങ്ങനെ ഒരു സ്ഥലത്ത് പോയിരിക്കാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത പ്രോപ്പർട്ടിയാണ് ആ കാണുന്നത്. അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസ് ആണ് ഇതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നിവിടെ കുറച്ച് നേരം ഇരിക്കാനുള്ള ഒരു സ്കോപ്പ് ഞാൻ കാണുന്നുണ്ട്. ഇത് കാണുന്നുണ്ടോ? എന്ത് രസാലേ. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇറങ്ങി നിൽക്കണം എന്ന് കേട്ടോ. എന്തായാലും സാധിച്ചു. ഇത് നമ്മുടെ ആ ഹോട്ട് സ്പ്രിങ്ങിൽ നിന്ന് വരുന്ന അതേ വെള്ളമാണ്. ചൂടുണ്ടോ നോക്കിയോ? ഇതിന്റെ അടിയിൽ നല്ലോണം മറ്റേ വൈറ്റ് സാധനം ഉണ്ട്. അതിന്റെ കെമിസ്ട്രി എന്താന്നുള്ളത് അമ്മയോട് ചോദിച്ചു പഠിക്കരുത്. നമ്മൾ കാറെടുത്ത് ഒന്നും കൂടെ നമ്മുടെ ഹോട്ട് സ്പ്രിങ്ങിന്റെ അങ്ങോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഒന്നും കൂടെ കണ്ടിട്ട് പോകുന്നത്. ഒന്നും കൂടെ വെളിച്ചമായി കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്. പിന്നെ ടെമ്പറേച്ചറും കുറച്ച് കൂടി കഴിഞ്ഞപ്പോൾ ആ ഒരു ആവി വരുന്ന ഫീലൊക്കെ കുറഞ്ഞു. ഓരോ സ്ഥലത്ത് കൂടെ ആയിരുന്നു നമ്മൾ ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്നത്. ഒട്ടും അറിയാത്ത സ്ഥലവും ഇങ്ങനെ ചുറ്റും കാടും കാണുമ്പോൾ ഇരുട്ടത്ത് നമ്മൾ കുറച്ച് പേടിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ എൻ്റെ അഭിപ്രായം? ഫ്രണ്ടിലൊരു കാറുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നമ്മൾ ഭയങ്കര അധികാരത്തോടു കൂടെ വിളിക്കുന്ന ഒരു പൂവേതാ? നമ്മൾ ഭയങ്കര അഹങ്കാരത്തിൽ ഭയങ്കര അധികാരത്തോടു കൂടെ പൂവെ നമ്മൾ വിളിക്കുക. ഇല്ല ഇല്ല ഇല്ല. വി വെച്ചാ സ്റ്റാർട്ട് ചെയ്യാം. വി വെച്ചാ സ്റ്റാർട്ട് ചെയ്യാം. ഫ്ലോറൻസ് എത്തണവരെ ആലോചിച്ചോണ്ടിരിക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഇല്ല, ലാസ്റ്റ് ലെറ്റർ ഐ ആണ്. വാടാമല്ലി. അതെ, ഞാൻ ഭയങ്കര അധികാരത്തോടുകൂടെ വിളിക്കും. ഞാൻ താനോട് ചോദിച്ചിട്ടില്ലല്ലോ ഇംഗ്ലീഷാണോ മലയാളമാണോ എന്ന്. വാടാമല്ലി എന്നല്ല നമ്മൾ വിളിക്കുക. നമ്മൾ ഓടിച്ചോടിച്ച് എവിടെ എത്തി? നമ്മൾ ഓൾമോസ്റ്റ് ഫ്ലോറൻസ് എത്തിയിട്ടുണ്ട്. 23 മിനിറ്റും കൂടെയാണ്. നമ്മൾ നേരെ പോകുന്നത് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലോട്ടാണ് കേട്ടോ. ഞാൻ വിളിച്ച് സീറ്റൊക്കെ റിസർവ് ചെയ്തിട്ടുണ്ട്. ഒരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ അങ്ങനെ സൗത്ത് ഇന്ത്യൻ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല, ഒരു ദോശയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ബിരിയാണിയൊക്കെ നല്ലതായിരിക്കും തോന്നുന്നു. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ 4.8 ഒക്കെ റിവ്യൂ കണ്ടു. എന്താ കഴിക്കണേ? എനിക്ക് മാത്രമാണോ ഈ മറ്റേ നമ്മുടെ ഫുഡ് മിസ്സിങ്? തനിക്കില്ല? പക്ഷെ നമുക്ക് ലോങ് ആയിട്ട് അന്ന് സ്വിസ് പോയപ്പോഴും ഇത്ര എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. മേ ബി നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? ശരിയാ, നമ്മള് രാത്രി കുക്ക് ചെയ്യുമായിരുന്നു. ഫിൻലൻഡ് പോയപ്പോഴോ? ഓ ശരിയാ, ഫിൻലൻഡിൽ നമുക്ക് ഒരുപാട് ഫുഡ് കിട്ടിയ ഒരു യാത്രയായിരുന്നു. ചൈനീസ് ഒക്കെ കിട്ടിയ, ചൈനീസ് കിട്ടിയാലും മതി. നമ്മുടെ ഒരു ഓ ശരിയാ, നമ്മൾ ചെന്നിറങ്ങി ഇവിടെ നമ്മൾ ഇന്ത്യനിലെ കഴിച്ചത്. നമ്മളെല്ലാരും കൂടെ കബാബ് കഴിച്ചു. പിന്നെ നമ്മൾ വീട്ടിലേക്ക് പാർസൽ വാങ്ങിച്ചു. ഞാനും ദിബിനും കൂടെ പോയിട്ട് പാർസൽ വാങ്ങിച്ചോണ്ട് വന്നത്. ഓ ശരിയാ. പിന്നെ അത് മാത്രല്ല, നമ്മൾ അവിടെ പോയിട്ട് ആ ഒരു ഫംഗ്ഷന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ഫുഡാണ് കഴിച്ചത്. സോ നമ്മുടെ ഫുഡ് ഒരുപാട് ഫ്ലേവേഴ്സും അടിപൊളി ടേസ്റ്റ് ആയത് കാരണം ഇവിടെ ഫുഡ് നല്ലതൊക്കെയാണ്. പിzzയും പാസ്തയൊക്കെ മോശമൊന്നുമല്ല. പക്ഷേ നമുക്ക് മറ്റേ ഫുഡിന്റെ ഒരു വായ കടന്നിട്ടുള്ള ഒരു ബോംബ് ബ്ലാസ്റ്റ് ഫീലിംഗ് ഉള്ളതുകൊണ്ടേ എനിക്ക് പറയുമ്പോൾ തന്നെ വായിലുള്ള ഒരു ബിരിയാണിയൊക്കെ ആലോചിച്ചിട്ട് എന്തെങ്കിലും നന്നായാൽ മതിയായിരുന്നു. വഴിപാടൊക്കെ നേർന്നാലോ ബിരിയാണി നന്നാവാൻ. നല്ല ഒരു അതിഗംഭീര ട്രാഫിക് ബ്ലോക്കിലാണ് നമ്മൾ. സമയമെടുക്കുമായിരിക്കും. ഏകദേശം ഒരു 1 കിലോമീറ്ററേ ഉള്ളൂ. 5 മിനിറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ സമയമെടുക്കും. 1
ഒരുവിധം നമ്മൾ പാർക്കിംഗ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് 500 മീറ്ററേ ഉള്ളൂ. നല്ല കഷ്ടപ്പാടായിരുന്നു പാർക്കിംഗ് കിട്ടാൻ. നമുക്കിവിടെ വന്നിട്ട് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് തോന്നിയത് പാർക്കിംഗ് തന്നെയാണ്. പക്ഷേ ഫൈനലി നമ്മൾ പാർക്കിംഗ് കണ്ടുപിടിച്ച് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹോട്ടലിലോട്ട് പോവാം. ഹോട്ടലല്ല, നമുക്ക് നമ്മുടെ റെസ്റ്റോറൻറ്റിലോട്ട് പോവാം. ഇവിടെ അധികം സ്ഥലവും ലഞ്ചിന് ഒരു 2:33 ആകുമ്പോൾ ക്ലോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവർ മാത്രം രാത്രി 11:30 വരെയുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ച് റിസർവ് ചെയ്തായിരുന്നു. നമുക്ക് നേരെ അങ്ങോട്ട്. എങ്ങനെയുണ്ട് വിഷ്ണു ഫുഡ്? റോയൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഫ്ലോറൻസിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നമ്മൾ വന്നത്. സാധാരണ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി മോശമാണെങ്കിൽ അങ്ങനെ ഞാൻ റിവ്യൂ ഷെയർ ചെയ്യൊന്നും ചെയ്യാറില്ല. പക്ഷേ ഇവിടെ ഉണ്ടല്ലോ, ഒട്ടും തന്നെ കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഫുഡായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എൻ്റെ വഴിപാടൊന്നും ഭരിച്ചില്ല. നല്ല ചളിഞ്ഞ ഭക്ഷണമായിരുന്നു. ഒരു ബിരിയാണി എന്നൊന്നും പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. രക്ഷയില്ല. എന്തായാലും ആവട്ടെ, കഴിക്കാനുള്ളത് കഴിച്ച് നമ്മൾ അവിടുന്ന് ഇറങ്ങി. കുറച്ചു നേരം നമുക്കിവിടെ നടക്കാം എന്നാണ് നമ്മൾ വിചാരിച്ചത്. നെക്സ്റ്റ് 3 days നമ്മളിനി ഫ്ലോറൻസിലാണ്. പിന്നെ 3 അല്ല 2 അല്ലേ, നെക്സ്റ്റ് 2 days നമ്മളിനി ഫ്ലോറൻസിലാണ്. പിന്നെ ഫ്ലോറൻസ് ഇറ്റലിയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സിറ്റിയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഭയങ്കര ഓൾഡ് ആയിട്ടുള്ളൊരു സിറ്റിയാണ്. അവരെല്ലാ കാര്യങ്ങളും അതേപോലെ നിലനിർത്തിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. നമുക്കിവിടെ വന്നപ്പോൾ തൊട്ടിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു, ഓരോ ബിൽഡിങ് കാണുമ്പോഴും പഴമയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ആധുനിക യാത്രയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കെന്താ പേഴ്സണലി കുറച്ച് ദൂരം നടന്നതിൽ നമുക്ക് ഫീൽ ചെയ്ത് ഭയങ്കര ക്രൗഡഡ് ആണ് സിറ്റി. ഈ പറഞ്ഞതുപോലെ ബിൽഡിങ്സ് എല്ലാം കുറച്ചധികം പഴയതാണ്. പിന്നെ പാർക്കിംഗ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഫ്ലോറൻസിന്റെ മെയിൻ പോയിന്റിലുള്ള ഒരു കാർ പാർക്കിങ്ങിലാണ് കേട്ടോ നമ്മൾ കാർ പാർക്ക് ചെയ്തത്. ഇവിടെ നോക്കി നോക്കൂ, ഒരു ഓൾഡ് ബിൽഡിംഗ് ആണ് ഇത്. ഇവിടെ ആ ഒരു പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു കാർ പാർക്കിംഗ് ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കുറച്ചൊരു പഴയ രീതിയിലാവുമ്പോൾ നമുക്ക് കുറച്ചൊരു ക്ലീൻനെസ്സിന്റെ ബുദ്ധിമുട്ടൊക്കെ ഈ സിറ്റിയിൽ പല ഭാഗങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ഒരു ദിവസം കുറച്ച് ടയറിങ് ആവുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ നേരത്തെ ഹോട്ടലിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. നമ്മൾ നമ്മുടെ ഹോട്ടലിലോട്ട് വന്നു. ഇവിടുന്ന് നോക്കിയാൽ ഇതേ നമ്മുടെ ഫ്ലോറൻസ് സിറ്റി മുഴുവൻ കാണാം എന്ന രീതിയിലുള്ള ഒരു ഹോട്ടലാണ്. അപ്പോൾ നമുക്ക് പോവാം. തണുപ്പുണ്ട്. എന്താ കയറി മുകളിലെത്തണോ? ഇവിടെ 2 nights ഓൾമോസ്റ്റ് ഒരു 300 euros അടുത്താണ് കേട്ടോ നമുക്ക് സ്റ്റേക്ക് കോസ്റ്റ് വന്നത്. നമ്മളിതേ റൂമിലെത്തി. നല്ല റൂമാണ്, നല്ല സ്റ്റേ ആണ്. കണ്ടിട്ട് ഇന്ന് രാത്രി ഞാൻ ഒരു പടം കണ്ട് റിലാക്സ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ റെസ്റ്റോറൻറ്റ് വിഷ്ണു പോണോ? അതെ, ഞാൻ ഇതുവരെ ഒരു മിഷ്ലിൻ സ്റ്റാറിൽ പോയിട്ടില്ല. പോയാലോ? നമ്മളങ്ങനെ റൂമൊക്കെ ലോക്ക് ചെയ്ത് ഇറങ്ങിക്കുകയാണ്. എങ്ങോട്ടാണ്? പിസ്സ കഴിക്കാൻ. വിഷ്ണു പറയാ പിസ്സ കഴിക്കാൻ ആലോചിക്കുമ്പോ കട്ടിന്റെ അടിയിൽ ഒളിച്ചടക്കാൻ തോന്നുന്നു. വിഷ്ണു, ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നതാണ് എന്ത് പിസ്സ? ഇന്ന് നമ്മളൊരു ട്യൂണ പിസ്സ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വീണ്ടും നാളെ നല്ലൊരു പിസ്സ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ, നാളെ കാണാം കേട്ടോ.